പെർഫോമൻസ് ഓഫ് ഫെയിലിയർ മോഡ് ആൻഡ് ഇഫക്റ്റ് അനാലിസിസ്. ഇനി എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഫെയിലിയേഴ്സ് നമ്മൾ FMEA ഈസ് എ വൺ ഓഫ് മെനി ടൂൾസ് യൂസ്ഡ് ടു ഡിസ്കവർ ദ ഫെയിലിയർ അറ്റ് ഏർലിയസ്റ്റ് പോസിബിൾ പോയിന്റ് ഓഫ് പ്രൊഡക്റ്റ് ഓർ പ്രോസസ് ഡിസൈൻ. അതായത് ഈ FMEA എന്ന് പറയുന്നത് ഒരു ടൂളാണ്. നമ്മൾ ഇതിൽ പ്രൊഡക്റ്റിൻ്റെ ഫെയിലിയേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അത് ഡിസൈനിലും പ്രോസസ്സിലും വരുന്ന ഫെയിലിയേഴ്സ് നമ്മൾ കണ്ടുപിടിക്കും. ഡിസ്കവറിങ് ഫെയിലിയർ ഏർലി പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് യൂസിങ് FMEA പ്രൊവൈഡ്സ് ദ ബെനിഫിറ്റ്. അതായത് ഇത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ എങ്ങനെയൊക്കെ ഫെയിലിയർ വരാമെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് ഇതിൽ മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുള്ളത്, തെറ്റുകൾ വരാൻ സാധ്യതയുള്ളത്, അപ്പോൾ പ്രൊഡക്റ്റിന് ഡിഫക്റ്റായി പോകാനുള്ള സാധ്യതകൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിൽ ഇറക്കുന്നത്. മാർക്കറ്റിൽ ഇറക്കി കഴിയുമ്പോഴാണ് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആ പ്രശ്നങ്ങളാണ് പിന്നീട് നമ്മൾ സോൾവ് ചെയ്യുന്നത്. വീണ്ടും പ്രോബ്ലം ഉണ്ടാകുന്നു, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് സോൾവ് ചെയ്തിട്ട് പുതിയ സീരീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇറക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്തും കൂടി നമ്മൾ എന്ത് നോക്കും, ഈ ഫെയിലിയർ, ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഫെയിലിയർ ഉണ്ടാവാനായിട്ടുള്ള ഡിഫറെൻറ്റ് മോഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്, അതിൻ്റെ ഇഫക്റ്റ് എത്രമാത്രം വരും എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ചോയ്സസ് ഫോർ മിറ്റിഗേറ്റിംഗ് ദ റിസ്ക്. നമ്മളിങ്ങനെ പല ചോയ്സസ് നോക്കുമ്പോൾ റിസ്ക്കുകൾ കുറേയൊക്കെ, അതായത് ഫെയിലിയേഴ്സ് കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റും. ഹയർ കേപ്പബിലിറ്റി വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ ഓഫ് ചേഞ്ചസ്. നമ്മൾ കുറേ തവണ വെരിഫൈ ചെയ്ത് ഓക്കെ ആയിട്ടാണ് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ, പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് പറ്റും. ഇനി കൊളാബറേഷൻ ബിറ്റ്വീൻ ഡിസൈൻ ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് പ്രോസസ്സ്. ആ ഡിസൈനും പ്രോസസ്സും തമ്മിൽ കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇംപ്രൂവ് ഡിസൈൻ ഫോർ മാനുഫാക്ചറിങ് ആൻഡ് അസംബ്ലി. നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ, അസംബിൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഡിസൈൻ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ലോവർ കോസ്റ്റ് സൊല്യൂഷൻസ്. നമുക്ക് കോസ്റ്റ് കുറഞ്ഞിട്ട് മുൻകൂട്ടി തീരുമാനിച്ച് ഇങ്ങനെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ ചില പാർട്സുകൾ മാറ്റുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് കുറയ്ക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇനി ലെഗസി, ട്രൈബൽ നോളേജ് ആൻഡ് സ്റ്റാൻഡേർഡ് വർക്ക് യൂട്ടിലൈസേഷൻ. നമ്മുടെ ഇവിടുത്തെ ഒരു കൾച്ചർ കാര്യങ്ങളനുസരിച്ചാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അത് നമുക്കിവിടെ ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ കാറുകൾക്കൊക്കെ ഓപ്പൺ കാറുകളൊക്കെ കുറവാണ്. മിക്കതും എന്തുതന്നെയാണ്, ക്ലോസ്ഡ് ആയിട്ടുള്ള കാറുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് അതാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് ഉണ്ടാവുക. കാരണം നമ്മുടെ ഇവിടെ മഴയും കാറ്റും വെയിലൊക്കെ ഉള്ളത്, ക്ലൈമറ്റിൽ ചേഞ്ചസ് വരുന്നത് കൊണ്ട് തന്നെ അത് അതിനനുസരിച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പാരമ്പര്യം, അതുപോലെ തന്നെ നമ്മുടെ നോളജൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഇനി ദർ ആർ സെവറൽ ടൈംസ് മേക്ക് ഇറ്റ് സെൻസ് ടു പെർഫോം ഫെയിലിയർ മോഡ് ഇഫക്റ്റ് അനാലിസിസ്. എവിടെ പോയി വെൻ യു ആർ ഡിസൈനിങ് എ ന്യൂ പ്രൊഡക്റ്റ് പ്രോസസ്, എവിടേക്കാണ് ആവശ്യമുള്ളത്, നമ്മൾ പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ. വെൻ യു ആർ പ്ലാനിങ് ആൻഡ് പെർഫോമിങ് എക്സിസ്റ്റിംഗ് പ്രോസസ് ഇൻ ഡിഫറെൻറ്റ് വേ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റിനെ നമ്മൾ വേറൊരു രീതിയിലേക്ക്, അതായത് അതിൻ്റെ അടുത്ത സീരീസ് ഇറക്കുമ്പോൾ അപ്പോഴും നമുക്ക് എന്ത് വേണം, ഇതിൽ ചേഞ്ചസ്, എന്തെങ്കിലും ഫെയിലിയർ മോഡ് ഉണ്ടോ, ഫെയിലിയർ ആവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കണം. വെൻ യു ആർ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ഗോൾ ഫോർ സ്പെസിഫിക് പ്രോസസ്സ്. ഇനി ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുമ്പോൾ, ആ പ്രൊഡക്റ്റിൽ തന്നെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുമ്പോൾ, വെൻ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇംപ്രൂവ് ദ ഫെയിലിയർ ഓഫ് ദ പ്രോസസ്സ്. നമുക്ക് കൃത്യമായിട്ട് ഫെയിലിയർ ഏതൊക്കെയാണെന്ന്, ഇംപ്രൂവ് ചെയ്യുമ്പോൾ വരുന്ന ഫെയിലിയർ ഏതൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അതിൻ്റെ സ്റ്റെപ്പുകൾ എങ്ങനെയാണ് ഈ ഫെയിലിയർ മോഡ് ഇഫക്റ്റ് അനാലിസിസ് ചെയ്യുന്നത്. ഫസ്റ്റ്, ഫെയിലിയർ മോഡ് ഇഫക്റ്റ് പ്രീ വർക്ക് ആൻഡ് അസംബിൾ ഫെയിലിയർ മോഡ് ഇഫക്റ്റ് ടീം. ആദ്യം നമ്മളൊരു 4, 5, 6 ആൾക്കാരുള്ള ഒരു ടീമിനെ സെലക്ട് ചെയ്യും. അവരാണ് ഇത് അസസ് ചെയ്യുന്നത്. ഇനി പാർട്ട് 1 ആദ്യം ഡെവലപ്മെൻറ്റ് റിക്വയർമെൻറ്റ് ത്രൂ സിവിയറിറ്റി റാങ്കിങ്. ഓരോന്നിനും കൃത്യമായ റാങ്കിങ് കൊടുത്ത് പ്രിയോറിറ്റി ഒക്കെ കൊടുത്തിട്ട് ആ പ്രൊഡക്റ്റിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യും. ഏതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വണ്ടിക്ക് മെയിൻ ആയിട്ടുള്ള സാധനം ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി കുറച്ചും കൂടി 5 കൊല്ലം വരെ, 5 കൊല്ലം ബാറ്ററിക്ക് ഡ്യൂറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്യാരണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 കൊല്ലം വരെ ബാറ്ററി കംപ്ലയിൻറ്റ് ഉണ്ടാവാൻ പാടില്ല. ബാക്കിയുള്ള ചെറിയ ചെറിയ പാർട്സ് ഓഫ് കംപ്ലയിൻറ്റ് ഉണ്ടായാലും അത് മാറ്റാൻ നമുക്ക് അധികം പൈസ വേണ്ടി വരില്ല. അപ്പോൾ ബാറ്ററിക്കാണ് ഏറ്റവും കൂടുതൽ പൈസ വരികയാണെങ്കിൽ ബാറ്ററിയാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്. അത് ഏറ്റവും നല്ല സാധനമായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ ചെറിയ ചെറിയ പാർട്സൊക്കെ മാറ്റേണ്ടി വന്നാലും അവർക്ക് വലിയ പ്രശ്നമില്ല. കാരണം 1000 രൂപ 2000 രൂപ അങ്ങനെയൊക്കെ ചെറിയ എമൗണ്ടേ വരണമെങ്കിൽ നമുക്കത് പ്രശ്നമില്ല. അതേസമയം പിന്നെ ഒരു 70,000 80,000 ചിലവാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് പ്രശ്നമാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, റാങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ പാർട്ട് 2 ഡെവലപ്മെൻറ്റിലെ പൊട്ടൻഷ്യൽ കോസ് ഓഫ് പ്രിവെൻഷൻ കൺട്രോൾ ത്രൂ ഒക്കറൻസ് റാങ്കിങ്. ഇനി കാരണങ്ങൾ എന്തൊക്കെയാണ്, സാധ്യത, ഇങ്ങനെയുള്ള മിസ്റ്റേക്ക് ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങൾ, അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കൺട്രോൾ മെഷേഴ്സ്, അതൊക്കെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. തേർഡ് പാർട്ടിൽ ചെയ്യുന്നത് ടെസ്റ്റിംഗ് ആൻഡ് ഡിറ്റക്ഷൻ കണ്ടോ. നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ, ഇത് കംപ്ലയിൻ്റ് ഇല്ല, കറക്റ്റ്
കറക്റ്റ് ആണ്, ഓക്കെ ആണ് എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള വഴികളാണ് നെക്സ്റ്റ് നോക്കുന്നത്. അത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടേ മാർക്കറ്റിൽ ഇറക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു കാറൊക്കെ ഓടിച്ച് നോക്കിയിട്ട് എല്ലാ കാറും ഓടിച്ച് നോക്കാൻ പറ്റില്ല. നമുക്കത് എന്ത് ചെയ്യും, മെക്കാനിക്കലി ടെസ്റ്റ് ചെയ്ത് നോക്കണം ഓക്കെ ആണോ എന്നുള്ളത്. എല്ലാ കാര്യങ്ങളും അസംബിൾ ചെയ്തിട്ട് മെക്കാനിക്കലി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. ടെസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് ആ മീഡിയം എങ്ങനെയാണോ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ക്വാളിറ്റി ആ ക്വാളിറ്റി അറ്റൈൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാനുള്ള വഴികൾ കണ്ടുപിടിക്കണം. ഇനി ആക്ഷൻ, പ്രിയോറിറ്റി ആൻഡ് അസൈൻമെൻറ്റ്. അതുകൊണ്ട് അതിന് ശേഷം വരുന്ന പ്രിയോറിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുക. ആക്ഷൻ ടേക്കൺ, ഡിസൈൻ റിവ്യൂ. പിന്നീട് നമ്മൾ എന്ത് ചെയ്യാം, അത് ഡിസൈനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നു. ഡിസൈൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റിൻ്റെ ഫങ്ഷൻസിലൊക്കെ, ഡിസൈൻ എന്ന് പറയുന്നത് ആ ഭംഗി മാത്രമല്ല, അതിൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ എന്തൊക്കെ മാറ്റം വരുത്തണം അതൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യാണ്. റീ റാങ്കിങ്, RPN ആൻഡ് ക്ലോഷർ. പിന്നെ എന്ത് ചെയ്യാം, റീ റാങ്കിങ് ചെയ്യാണ്. വീണ്ടും നമ്മൾ റാങ്കിങ് ചെയ്യാണ്. അത് റിസ്ക് പ്രിയോറിറ്റി നമ്പറാണ് RPN എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യാണ്, അതൊക്കെ നമ്മൾ വീണ്ടും പിന്നീട് മാറ്റുമ്പോൾ അതിൽ ചിലതൊക്കെ മാറ്റുന്ന സമയത്ത് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, റീ റാങ്ക് ചെയ്യുക. ഇതാണ് അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ.